അത്തം പത്ത് രുചിയിലെ 7ാമത്തെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ഞാനൊന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ ടീച്ചറമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്നാ സ്പെഷ്യൽ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പൊ ഓണത്തിന്റെ 3 പ്രധാനപ്പെട്ട വിഭവങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. അപ്പൊ ഷിബി, ഞാൻ ആലോചിക്കട്ടെ ഏതൊക്കെ നമുക്ക് വേണ്ടതെന്ന്. ഇന്നൊരു കുറുക്ക് കാളൻ വേണം, പിന്നെ നമുക്ക് ഒരു ഓലൻ വേണം, പിന്നെ ഒരു കൂട്ടുകറി. ഇത് 3 ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാം എങ്ങനെയാണെന്ന് എനിക്ക് അത്ര ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. എനിക്ക് എല്ലാം അത്ര എന്റെ രീതികൾ അത്ര പരിചയമില്ല. എന്നാലും ഞങ്ങളുടെ ഒരു കൊളാബറേഷൻ ആണ്. എനിക്കറിയാൻ മേലാത്ത ഷിബി പറഞ്ഞു തരും, എനിക്കറിയാവുന്ന ഞാൻ ഷിബിക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, നമുക്ക് വേഗം നമ്മുടെ കറികളൊക്കെ തീർത്ത് എല്ലാം നല്ല റെഡി ആയിട്ടിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് കുറുക്ക് കാളനാണ്. കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ അതൊട്ടും പരന്നു പോകരുത്, അല്ല അതുപോലെ കുറുകിയിരിക്കുന്ന കാളൻ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതിന് ഏത്തക്ക, ഒരു നേന്ത്രവാഴ എന്ന് പറയുന്ന ഏത്തക്ക വേണം. ഞങ്ങളിവിടെ ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം ചേന വേണം. ഏത്തക്ക ഇത് രണ്ടും കൂടി ആണ്. ഇത് രണ്ടും കൂടി ആദ്യം നമ്മള് കുരുമുളക് പൊടിയും അല്പം മഞ്ഞളും ഒരു ലേശം മുളക് പൊടി കൂടിപ്പോയാൽ കളറ് വ്യത്യാസം വരും. അതിട്ട് നമ്മള് വേണമെങ്കിൽ ഒരു തുറന്ന പാത്രത്തില്, പണ്ടൊക്കെ നമ്മള് മണ്ണ് കൊണ്ടുള്ള കലത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മള് കുക്കറിലാണ്, പെട്ടെന്നാവില്ല. അവിടെ നമുക്കൊരു കുക്കറിൽ ഒരു വിസിലായാലും മതി, കാരണം പെട്ടെന്ന് വേകുന്ന ചേനയും വാഴക്കയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് അരയ്ക്കാനുള്ള സാധനങ്ങൾ വേണം. ഇത് അധികം വെള്ളമില്ലാതെ, ഒട്ടും വെള്ളമില്ലാതെ തന്നെ അരയ്ക്കണം. അതല്ലേ കുറുക്ക് കാളൻ. മിക്സിയിലാകുമ്പോൾ കുഴപ്പമില്ല. വേണമെങ്കിൽ 1 സ്പൂൺ തൈരും കൂടെ ചേർത്ത് വേണേലും അരയ്ക്കാം, അങ്ങനെ വെള്ളം ചേർക്കണ്ടെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഈ ചേന ഉള്ളത് കൊണ്ട് കുറുക്ക് കാലിന് കുറച്ച് നമ്മൾ കുരുമുളക് പൊടിയിട്ടാ വേവിക്കുന്നതെങ്കിലും നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ അരയ്ക്കണം. പിന്നെ നമ്മുടെ ജീരകമുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി. വേണമെങ്കിൽ നമുക്ക് 2 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലൊരു സ്വാദ് കിട്ടും. നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരഞ്ഞു വരണം, അതാണ് അതിന്റെ പ്രത്യേകത. അരഞ്ഞു വന്നിട്ട് നമ്മളിത് വറുത്തിടുവോ? പിന്നെ അവസാനം നമ്മള് വറുത്തിടാൻ നമ്മള് വറ്റൽമുളക്, പിന്നെ ഉലുവ ഭയങ്കര മസ്റ്റാണ്. ഉലുവ വറുത്തിടണം. വറ്റൽമുളക്, പുളിശ്ശേരി. പക്ഷെ പുളിശ്ശേരി നമ്മൾ നീണ്ട് ആണ് ഇരിക്കുന്നത്. ഇത് കുറുക്ക് കാളൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തൈര് ചേർത്ത് ആദ്യം ഒന്ന് തീ കുറച്ച് വെച്ച് ഒരല്പം ഒന്ന് വറ്റിച്ചെടുക്കണം. തൈരും വെന്ത ചേനയും വാഴക്കയും കൂടെ കുറുക്കിയെടുക്കും. അത് കഴിഞ്ഞാണ് നമ്മള് അരപ്പ് ചേർക്കുന്നത്. ചിലര് വേറെ തരത്തിലും ചെയ്യുന്നവരുണ്ട്. ഇതിനകത്തേക്ക് അരപ്പ് ആദ്യം ചേർത്തിട്ട് തൈര് രണ്ടാമത് ചേർക്കുന്നുണ്ട്. പിരിഞ്ഞു പോവുകയല്ല ശരി, കാരണം നമ്മൾ ഒന്നാമത് ചെറിയ തീയിലാണ്, പിന്നെ നമ്മൾ ഒരേ ഡയറക്ഷനിലോട്ട് നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കും. അതൊന്ന് കുറുകണം. അതാണ് ഈ കുറുക്ക് കാളൻ എന്നുള്ള പേര് തന്നെ. കട്ട തൈര്, ഒട്ടും വെള്ളം ഇല്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത്. ഇല്ല, മിക്സിലാക്കിയാൽ അതൊരു മോര് പോലെയാവും. അതുകൊണ്ട് നമ്മള് ഒരു ബീറ്റർ കൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ കടകോല് പോലുള്ള സാധനം കൊണ്ട് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. അപ്പൊ ആദ്യം ഈ വെന്ത സാധനത്തിലേക്ക് തൈര് ചേർക്കും. തൈര് ഇങ്ങനെ വറ്റി വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ അരപ്പ്. നമ്മളിപ്പോ കുക്കറിലെടുത്ത് കുക്കറിലേക്ക് ഇതിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേനയ്ക്കൊക്കെ വേവുള്ളത് കൊണ്ട് പിന്നെ പെട്ടെന്ന് ആ ഒരു വിസിലിന് നമുക്ക് ഇത് ശരിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്കെന്നാ കുക്കർ എടുത്ത് നമുക്കിത് വേവിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മുടെ കുറുക്കുകാളന്റെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെക്കുന്നതിന് ഇത് നമ്മള് അരിഞ്ഞെടുത്ത ചേനയിട്ടു, പിന്നെ നമ്മുടെ ഏത്തക്കായിട്ട് ശരി. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. പിന്നെ വേണ്ടത് പച്ചമുളക് അരയ്ക്കുന്നതുകൊണ്ട് പച്ചമുളക് വേണ്ട. പിന്നെ നമ്മള് മഞ്ഞൾ ചേർക്കാം. നല്ല മഞ്ഞ കളർ വരും, കുറുക്ക് കാളനല്ലേ. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് നമ്മളിപ്പോ ചേർക്കില്ല, കാരണം ചിലപ്പോ ഉപ്പിട്ട് വേവിച്ചാല് ചേന വേകാതെ വരുമെന്ന്. നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്താൽ മതി. അപ്പൊ നമ്മള് ഇത് കുറുക്ക് കാളനുള്ള കഷ്ണങ്ങള് വേവിക്കാനായിട്ട് പോവുകയാണ്. അത് നമുക്ക് അടുപ്പിലിട്ട്
ഇതിന് എത്ര വിസിൽ വേണം ടീച്ചറെ? ഒരു ചേനയും കൂടി ഉള്ളത് കൊണ്ട് നമുക്കൊരു 2 വിസിൽ. അപ്പൊ ഇത് സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാവേ. നമ്മുടെ കുറുക്ക് കാലിനുള്ള അരപ്പുണ്ടാക്കാം. നമ്മളൊരു 4 പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും ഈ കുറുക്ക് കാലിന് കുരുമുളകിന്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നോട്ട് നിൽക്കാം. പിന്നെ നമ്മൾ ജീരകം ചേർക്കും. പിന്നെ നമ്മുടെ ഉള്ളി വേണം. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ തേങ്ങ നന്നായിട്ട് വേണം. അപ്പം കാളനല്ലേ, തൈരും കൂടെ ചേർക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ കുറുക്ക് കാളന്റെ ചേനയും ഏത്തക്കയും കഷ്ണങ്ങൾ നന്നായിട്ട് 2 വിസിലേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് വെന്തു. വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വാഴക്കയും ചേനയും ഒന്ന് ഉടഞ്ഞ് വരും. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആദ്യം തൈരാണ് ചേർക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ കറിയാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇതിനെ ആക്കാം. നമ്മുടെ തൈര് ചേർക്കാൻ പോവാണ്. കുറുക്ക് കാലിന് ഈ മിക്സിയിലിട്ട് തൈര് ചേർത്ത് അത് അങ്ങ് പെട്ടെന്ന് അതിൻ്റെ ചൂടും കൊണ്ട് അങ്ങ് വളരെ വാട്ടറി ആയിപ്പോ, ഒരു മോര് പോലെ ആയിപ്പോ. അതുകൊണ്ട് നമ്മളെപ്പോഴും കട്ടി തൈര് വേണ്ടതുകൊണ്ട് ഈ കടകോല് കൊണ്ടോ അല്ലെ നമ്മുടെ ചെറിയ ബീറ്ററില്ലേ, ഹാൻഡ് ബീറ്റർ, അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തൈര് റെഡിയായി. തൈര് ഞാൻ ഇളക്കിയേക്കാം. നമ്മുടെ തൈര് കുറുക്ക് കാളന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നല്ല തൈര് ചേർക്കാം. അരപ്പിലും വെള്ളം ചേർത്തില്ല. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ചേനയുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കില്ല. കാരണം ചിലപ്പോൾ ചൂട് കൊണ്ട് ഉപ്പും കൂടെ ചേരുമ്പം ചേന വേകാതെ വരും. അപ്പം നമ്മളിപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി ഒരു 5 മിനിറ്റ് അതും ചെറു തീയിൽ വേണം ഒരേ സൈഡിലേക്ക് ഇളക്കണം. അപ്പം നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇത് കുറുക്ക് കാളെന്ന് പറയുന്നത് ഈ തൈര് കുറുകുന്നത് കൊണ്ടാണ് കൂടുതലും. ഇപ്പൊ കണ്ടോ, ഒരു 5 മിനിറ്റ് കൊണ്ട് തൈര് നന്നായിട്ട് കുറുകി. ഇനി നമ്മുടെ അരപ്പ്, അതായത് നമ്മുടെ തേങ്ങയും ജീരകവും കുരുമുളകും എല്ലാം കൂടെയുള്ള നല്ല തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുള്ള അരപ്പ് ഇട്ട് നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് അങ്ങനെ അരപ്പ് ഒക്കെ ചേർത്ത ശേഷം നമ്മുടെ കുറുക്ക് കാളൻ എല്ലാം ഇനി നമുക്ക് ഇതിനുള്ള വറവല് ചേർക്കാം. അങ്ങനെ നമ്മുടെ കുറുക്ക് കാളൻ ഇങ്ങോട്ട് മാറ്റാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഇന്ന് അല്പം ഉരുകിയിട്ടുണ്ട്, എന്നാലും തണുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉലുവ വേണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിലേക്ക് നമ്മൾ കടുകിടുന്നു. ഇനി നമ്മൾ ഉലുവ ഇടുവാണ്. ഉലുവയൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇടാം. നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞല്ലേ, അതിന് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഈ ഉലുവാപ്പൊടി ചേർക്കില്ലേ? ഒരല്പം ഉലുവാപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി. കായം ചേർക്കും? കായം ഇല്ല, കായം ചേർക്കില്ലേ. കുറുക്ക് കാളന് നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. പിന്നെ ഒരു കളറും ഒക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് കുറുക്ക് കാളന്റെ മുകളിലേക്ക് ഇത് വറുത്തത് ഇടുമ്പോൾ നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടെ. ഇതൊരു ഡെക്കറേറ്റീവ് പാർട്ടാണ്. അങ്ങനെ നമുക്കിനി ഇതിലേക്ക് എടുത്ത് റെഡിയായി നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം. അപ്പം നമ്മുടെ കാളൻ റെഡിയായി. കുറുക്ക് കാളനല്ലേ, കുറുക്ക് കാളൻ നല്ല ഭംഗിയായിട്ട് കുറുക്കി. അങ്ങനെ നമ്മുടെ കുറുക്ക് കാളൻ റെഡിയായി. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓലനാണ്. അപ്പം ഇനി ഞങ്ങൾ ഓലന്റെ പരിപാടികളിലേക്ക് മാറുവാണ്. നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ഇന്നത്തെ, അതായത് നമ്മുടെ ഓലൻ. അപ്പോൾ ഓലനാണ് നല്ല
മഞ്ഞ കളറിന്റെ കൂടെ നമുക്കൊരു വെളുത്തയാളും കൂടെ വേണ്ടേ, ഇലയിൽ വിളങ്ങുമ്പോ നല്ല വെളുത്തിരിക്കുന്ന ഒരു സംഗതി. തേങ്ങാപ്പാലിലാണ് ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നത്. ഓലന് വേണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കുമ്പളങ്ങ എടുക്കാം, അല്ലെ വെള്ളരിക്ക എടുക്കാം. ഇന്ന് നമ്മള് വെള്ളരിക്ക എടുത്തു. പിന്നെ നമ്മള് നമ്മുടെ പയർ എടുത്തു, പച്ചപ്പയറ്, അച്ചിങ്ങ എന്ന് പറയുന്ന സാധനം, അച്ചിങ്ങ എടുത്തു. പിന്നെ നമ്മുടെ വൻപയറ്, ഇത് വൻപയറെടുത്തു. അപ്പൊ നമ്മള് സമയം കളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ റെസിപ്പികളെല്ലാം വേഗം വേഗം നിങ്ങൾക്ക് അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങള് വെള്ളരിക്കയും അച്ചിങ്ങയും പച്ചമുളക് ഇട്ട് 2ാം പാലില് വേവിച്ചെടുത്തു. 1ാം പാൽ ഇനിയാണ് ഇനി ഇത് അടുപ്പേ വെച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മള് 1ാം പാല് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് വേണം, ഒരല്പം കുരുമുളക്. പിന്നെ അവസാനം അടുപ്പിൽ നിന്ന് നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണ, കറിവേപ്പില നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് കൃഷി ചെയ്ത് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ചേർക്കും. ഇതുണ്ടാക്കാൻ എളുപ്പമല്ലേ? ഇത് വളരെ എളുപ്പം, ഓലന പിള്ളേർക്ക് വരെ ഉണ്ടാക്കാം, അത്ര എളുപ്പമുള്ള ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ കുമ്പളങ്ങ അല്ലെങ്കിൽ ഇളവൻ എന്നൊക്കെ പറയുന്ന സാധനം, അല്ലെ വെള്ളരിക്ക, ഏതെങ്കിലും അതിന്റെ സൈസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഇഷ്ടം പോലെ ചെറിയ കഷ്ണമാക്കുവാണ് നല്ലത്. പിന്നെ അച്ചിങ്ങയാണ് ഈ കിടക്കുന്നത്. ഇത് നമ്മൾ പച്ചമുളക് ഇട്ടു, എന്നിട്ട് 2ാം പാലില് വേവിച്ചെടുക്കണം. ഇനിയിപ്പോ ഇതെല്ലാം കൂടെ മിക്സ് ഇനി ഇത് ആദ്യം ഇത് മാത്രം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പേ വെച്ച് ഒന്നും വേണ്ട നമുക്ക് ഇപ്പൊ തന്നെ ഇതെല്ലാം ഷിബിയാദിലേക്ക് ഒഴിച്ചു. ഇതിലേക്ക് ഒഴിക്കാൻ നമ്മള് വെച്ചു. അങ്ങനെ ഇനി നമുക്ക് വൻപയറ് വേവിച്ചത് ചേർക്കണം. ചിലർ ഈ പയറില്ലാതെ ഷിബ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അങ്ങോട്ടുള്ള കണ്ടിട്ടുണ്ട് ഞാൻ. പയറില്ലാതെ ഈ കുമ്പളങ്ങ കൊണ്ട് തന്നെ ചിലത് ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഉടച്ച് ചേർക്കും. ഈ പയറല്ല, ഈ കുമ്പളങ്ങ അപ്പൊ ഇനി ഈ 2ാം പാലിൽ വേവിച്ച് ചെയ്ത്, പക്ഷെ പയർ അത് കഴിഞ്ഞാണല്ലോ ചേർത്തത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വന്ന് ഉപ്പും ഒക്കെ ചേർത്ത് നമുക്ക് ഇത് മിക്സ് ആക്കാൻ വേണ്ടി ഇത് നമുക്ക് അടുപ്പേ വെക്കാം. നമുക്ക് അതിന്റെ കൂടെ കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് 1ാം പാൽ. അപ്പൊ നമ്മുടെ ഓലൻ റെഡി ആയോ? ഇല്ല, ഓലൻ നമ്മള് പയറൂടെ ചേർത്ത് കഴിഞ്ഞ്, പയർ നമ്മള് കുക്കറി വേറെ വേവിക്കുമല്ലേ ചെയ്തത്. അപ്പൊ നമ്മള് ആദ്യം എടുത്ത നമ്മുടെ വെള്ളരിക്കയും നമ്മുടെ അച്ചിങ്ങയും കൂടെ വേവിച്ചതും 2ാം പാല് വേവിച്ചു. അപ്പൊ അതും പയറും കൂടെ നമ്മൾ അടുപ്പേ വെച്ച് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. അപ്പൊ തിളച്ച് വന്നു കഴിഞ്ഞാണ് നമ്മള് 1ാം പാലും ഒഴിക്കും. എന്നിട്ടൊന്ന് തീ കുറച്ച് വെച്ചിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മള് വെളിച്ചെണ്ണയും കറിവേപ്പില, അത്രേ ഉള്ളൂ. ഓലൻ ഒരു ഓണസദ്യയില് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് ഓലനാണ്. അപ്പൊ നമ്മുടെ പക്ഷെ നല്ല സ്വാദുണ്ട്. ഈ തേങ്ങാപ്പാലിന്റെ മണം തേങ്ങാപ്പാൽ കടലുകൊണ്ട് നല്ല ടേസ്റ്റ്. നമ്മുടെ ഓലന്റെ കഷ്ണങ്ങളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി വന്നു. കണ്ടോ, ചെറുതായിട്ട് കണ്ടോ, നോക്കിയോ? ഇനി വേണമെങ്കിൽ നമുക്ക് 1ാം പാല് കഷ്ണത്തിൽ ഉപ്പിട്ടത് നമുക്കിനി ഉപ്പ് വേണ്ട. ഉപ്പ് നമുക്ക് അവസാനം എല്ലാം ഒന്ന് നോക്കണമല്ല, നമുക്കൊന്ന് നോക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിന്റെ 1ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഓലൻ അങ്ങനെ റെഡിയായി വരുവാണ്. ഇനി നമ്മൾ കുരുമുളക് ഇടും. നമുക്ക് 2 ഇത് 1/4 ടീസ്പൂൺ ആണ്. അപ്പൊ എന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. അവനെ കൂടി ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണ. അത് നമുക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഇതാണ് അതിൻ്റെ നമുക്ക് ഫ്ലേവർ വരുന്ന സാധനം. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഇതിനെ നമുക്ക് കുറച്ച് നേരം ഇത് പിടിച്ച് നമുക്ക് കറിവേപ്പില അതിന്റെ സ്മെല്ലൊക്കെ വരാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഞെരടിയിട്ട് ഇട്ട് നമ്മുടെ തന്നെ കരിവേപ്പില അതിൽ നമ്മൾ വളരെ ലാവിഷായിട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ എല്ലാ ഓണം വിഭവത്തിലും നമ്മൾ നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇത് ഒന്ന് മൂടി വെക്കണം. അതിൻ്റെ ആ ഫ്ലേവർ അതായത് നമ്മൾ മൂടി വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ കറിവേപ്പിലയും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കൂടെയുള്ള നല്ല
എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ട് മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി റെസിപ്പിയും കൂടി ഉണ്ടല്ലോ. ഇത് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൂന്നാമത്തെ റെസിപ്പിയായ കൂട്ടുകറി ചെയ്യാം. അങ്ങനെ നമ്മളുടെ 2 റെസിപ്പി ഇപ്പൊ റെഡിയായി. ഓക്കെ, ഇപ്പൊ ഓലൻ കഴിഞ്ഞു. ഇനി നമ്മുടെ കൂട്ടുകറി. ഇവരൊരു ഫ്രണ്ട്ഷിപ്പാണ്, അതായത് 3 പേരുടെ ഫ്രണ്ട്ഷിപ്പ്. അതാണ് കൂട്ടാന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ കൂട്ടുകാരെന്ന് നമുക്ക് നോക്കാം. മത്തങ്ങയുണ്ട്, ചേനയുണ്ട്, പിന്നെ ഉള്ളത് ഇതുപോലെ ഒന്ന് കടിക്കണ്ടേ കൂട്ടൽ, അതിന് നമ്മള് കടല. അപ്പൊ ഞങ്ങള് മത്തങ്ങയും ചേനയും കൂടി വേവിച്ചെടുത്തു. കടല കുക്കറിൽ വേവിച്ചു. കടലയും ഇതിന് ഒന്നിച്ചല്ല, കടല വേറെ വേവിക്കണം. കാരണം ഇതിനേക്കാളും വേവ് കൂടുതലുള്ള സാധനമാണല്ലോ കടല. കടല 2-3 വിസിൽ, നമ്മൾ ഒരു 3-4 മണിക്കൂറെങ്കിലും അതിനെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവരെ കൂട്ടുകാരെ എല്ലാം കൂടെ ഒന്നിച്ചാക്കുക. ഇനി ഇതിന് നല്ലൊരു അരപ്പുണ്ടാക്കണം. ഇത് ചതച്ചെടുത്താൽ മതി. ഇത് കൂടുതൽ നമ്മളുടെ ഇപ്പം കുറുക്ക് കാളൻ പോലെ അതുപോലെ അരയണ്ട. അപ്പൊ നമ്മുടെ പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു അല്പം ചുമന്ന മുളക് പൊടി, പച്ചമുളക് ഉള്ളതുകൊണ്ട് കുറച്ച് മതി മുളക് പൊടി, വെളുത്തുള്ളി, എണ്ണി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ചെറിയ ഉള്ളി, തേങ്ങ, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന്. കുരുമുളക് വേണ്ട, കുരുമുളക് നമ്മൾ കുറുക്ക് കാളനാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും. എന്ന് വെച്ചാൽ പേസ്റ്റ്, വെള്ളമൊന്നും വേണ്ട, ഒരു കറക്ക് മിക്സിയിലിട്ടിട്ട് അല്ല, എന്നിട്ട് കൂട്ടൊന്ന് യോജിപ്പിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഈ അരപ്പി ചേർക്കുക. എന്നിട്ട് വറുത്ത് ഇടുക. കൂട്ടുകറിയുടെ വേവിച്ച കഷ്ണങ്ങൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കുവാണ്, നമുക്ക് സ്റ്റവിലേക്ക് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് മത്തങ്ങയും ചേനയും ഉണ്ട്. പിന്നെ കൂട്ടുകറിയുടെ മെയിൻ ഫ്രണ്ട്, ഇവരുടെ ഫ്രണ്ടാണ് നമ്മുടെ കടല. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിവിടെ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ഇത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് ചേർക്കണം. കറിയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കൂട്ടായിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് നമ്മൾ ചതച്ചെടുത്ത നമ്മുടെ തേങ്ങയും മുളകും ചേർന്നിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ കൂട്ടുകറി അരപ്പൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് കൂട്ടായിട്ടുണ്ട്. നമുക്ക് കടലയൊക്കെ നല്ല ഭംഗിയായിട്ട്, മത്തങ്ങയും പിന്നെ നമ്മൾ ചേർത്ത ചേനയും, ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനായിട്ട് വറക്കാം. വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മുടെ കൂട്ടുകറിയിലും ഇച്ചിരി വറുത്തിടണം. അതിന് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുകിടാം. ഒരല്പം ജീരകവും അല്പം ഉഴുന്നുപരിപ്പും. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർക്കാം. അങ്ങനെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ വറുത്ത സംഗതി ഇതിലേക്ക് കൂട്ടുകറി ചേർക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം നമ്മൾ വറുത്തെടുത്തതാണ്. നമുക്ക് ഇട്ടാലോ? ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ടീച്ചറെ, നമ്മുടെ കറികളൊക്കെ റെഡി ആയില്ലേ? ഞങ്ങളുടെ അത്തം പത്ത് രുചിയിലെ 7ാമത്തെ എപ്പിസോഡ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ റെഡിയാക്കി. അപ്പൊ ഞങ്ങൾ ആദ്യം കുറുക്ക് കാളൻ ഉണ്ടാക്കി. നമ്മൾ ഇല വിളമ്പുമ്പോൾ ഒട്ടും പരന്നു പോകാത്ത നല്ല കുറുകിയ കാളനാണിത്. പിന്നെ ഞങ്ങളുടെ ഓലനും റെഡിയായി. പിന്നെയാണ് ഞങ്ങളുടെ കൂട്ടുകറി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വെറുതെ കണ്ടുപോയാൽ മാത്രം പോരാ. ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടിൽ വിളമ്പുമ്പോൾ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മുടെ ഓണ സദ്യ എല്ലാം കൊണ്ട് തൃപ്തികരമാവുകയുള്ളൂ. അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കുമെന്നുള്ള വിശ്വാസത്തില് ഉണ്ടാക്കാനും പറ്റുമല്ലേ? അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, പെട്ടെന്നാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല സന്തോഷമായിട്ടുള്ള ഓണസദ്യ ഉണ്ണണമെന്ന് എല്ലാവരും ഞങ്ങൾ ആശംസിക്കുന്നു. നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്ത് പോകല്ലേ. പോയാൽ നിങ്ങൾക്ക് 3 റെസിപ്പിയും കിട്ടത്തില്ല. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
അപ്പം ഈ ഓണം എല്ലാവർക്കും വേണ്ടി ഞങ്ങള് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ 3 വിഭവങ്ങൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.